സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ. റൂട്ടസ് കാലിക്കറ്റ്. കേരളം സാമൂഹ്യ സുരക്ഷ 1. കുടുംബശ്രീയുടെ ആദ്യ ബഡ്സ് സ്കൂൾ സ്ഥാപിതമായത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി, വെങ്ങാനൂർ. 2. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ശ്രുതി തരംഗം. 3. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ, സാന്ത്വനം. 4. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ, സീതാലയം. 5. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച ധനസഹായ പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി, സഹായഹസ്തം. 6. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ തൊഴിൽ രംഗത്ത് കൈപിടിച്ചുയർത്താനുള്ള പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ, കൈവല്യ. 7. നവകേരള മിഷൻ ഉദ്ഘാടനം നടന്നത് ഏതു വർഷം? ഉത്തരം ഓപ്ഷൻ ഡി, 2016. 8. ആസിഡ് ആക്രമണങ്ങൾ, ലൈംഗികാതിക്രമങ്ങൾ എന്നിവയ്ക്ക് ഇരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ധനസഹായം നൽകാൻ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ആശ്വാസനിധി. 9. സാമൂഹ്യനീതി വകുപ്പിന്റെ സഹചാരി പദ്ധതി ഏത് വിഭാഗക്കാർക്കുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ എ, അംഗപരിമിതർ. 10. കുടുംബശ്രീയുടെ ഭിന്നലിംഗക്കാർക്കായുള്ള ആദ്യത്തെ അയൽക്കൂട്ടം അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ സി, മനസ്വിനി. 11. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ, മാലാഖ. 12. കേരള സർക്കാർ അംഗപരിമിതർക്കായുള്ള നയം രൂപീകരിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 2015. 13. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളെ ജനസൗഹൃദമാക്കാനുള്ള പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ആർദ്രം മിഷൻ. 14. അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹസ്പർശം. 15.
ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗങ്ങൾക്കുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ തുടർ വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്നതെങ്ങനെ? ഉത്തരം ഓപ്ഷൻ ഡി സമന്വയ. 16. മാനസിക വൈകല്യമുള്ളവരെ പാർപ്പിക്കാനായി സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന വീടുകൾ അറിയപ്പെടുന്നതെങ്ങനെ? ഉത്തരം ഓപ്ഷൻ ഡി പ്രതീക്ഷ. 17. കേരളത്തിലെ ഭവനരഹിതരുടെ പ്രശ്നങ്ങൾക്ക് സമഗ്ര പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി ലൈഫ് മിഷൻ. 18. മാതാപിതാക്കൾ ഇരുവരും മരിച്ചു പോവുകയോ അഥവാ ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് സാമ്പത്തിക പരാധീനത ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രതിമാസ സഹായധനം നൽകുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി സ്നേഹപൂർവം. 19. താഴെ പറയുന്നവയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി സ്നേഹസാന്ത്വനം. 20. ആവശ്യക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വിശപ്പ് രഹിത കേരളം. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.